ശശി തരൂരിന്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും തള്ളാതെ നിൽക്കുകയാണ് കോൺഗ്രസ് എം പി. ഇടതുപക്ഷ ആശയങ്ങൾ സ്വീകരിക്കുന്ന ആർക്കും ഇടതുമുന്നണിയിലേക്ക് വരാമെന്ന പ്രസ്താവനയിലൂടെ LDF കൺവീനർ TP രാമകൃഷ്ണൻ തരൂരിന് പരവതാനി വിരിച്ചു കഴിഞ്ഞു. AKG സെന്ററിലേക്ക് ശശി തരൂർ നടന്നു കയറുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. ഈ വിവാദങ്ങൾ പക്ഷേ തള്ളാതെ നിൽക്കുകയാണ് തരൂർ ചെയ്തത്. ഇത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന് ഞെട്ടിക്കുന്ന ഘടകമാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ശശി തരൂർ CPM-ന് കൈകൊടുത്താൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകുമെന്ന് ഉറപ്പാണ്. അതേസമയം ശശി തരൂർ കോൺഗ്രസിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇക്കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി നേരിട്ട് ഇടപെട്ടതോടെയാണ് തരൂർ കോൺഗ്രസിന് വിധേയനായത്. ഇതോടെ ഇടതുപക്ഷ മധ്യസ്ഥനായി എത്തിയ വ്യവസായിയോട് ശശി തരൂർ നോ പറഞ്ഞുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിൽ ഒരു പദവിയാണ് പ്രിയങ്ക ഓഫർ ചെയ്തത്. അതുകൊണ്ട് തന്നെ തരൂർ നിലവിൽ ഇടതുപക്ഷവുമായി കൈകോർക്കില്ലെന്ന് ഉറപ്പിക്കാം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അവസാന നിമിഷം പടിക്കൽ കലമുടയ്ക്കുന്നത് പോലെയായിരിക്കും ഇടതുപക്ഷ പ്രവേശനമെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി മറ്റാരേക്കാളും തരൂരിനുണ്ട്. അതുകൊണ്ട് തൽക്കാലം ശശി തരൂരിന് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ആശ്രയ കേന്ദ്രമില്ല എന്ന് പറയാം. നേരത്തെ കോൺഗ്രസിൽ അതൃപ്തനായി നിൽക്കുന്ന പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP CPM-മായി അടുക്കുന്നെന്ന പ്രചാരണം ശക്തമായിരുന്നു. ദുബായിലെ ഒരു മലയാളി വ്യവസായി തരൂരിനെ CPM-ലേക്ക് എത്തിക്കാൻ ചർച്ച നടത്തുന്നതായാണ് വാർത്തകൾ. എന്നാൽ ഇതിന് സ്ഥിരീകരണമൊന്നും നൽകാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ തരൂർ ദുബായിലാണുള്ളത്. കേരളത്തിലെ പ്രധാന CPM നേതാക്കളും തരൂർ പാർട്ടിയിലേക്ക് വരുന്നതായി സൂചന നൽകുന്നുമില്ല. ദേശീയ സംസ്ഥാന നേതൃത്വവുമായി ഏറെക്കാലമായി തരൂർ അകൽച്ചയിലാണ്. എന്നാൽ തരൂരിനെതിരെ നടപടിയെടുക്കാനോ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള വിലക്കിടാനോ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രമിച്ചിട്ടില്ല. പാർട്ടി നടപടി നേരിട്ട് രക്തസാക്ഷി പരിവേഷം തരൂരിന് ഉണ്ടാക്കേണ്ടതില്ലെന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. K മുരളീധരൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ തരൂരിന്റെ നിലപാടിനെ പരസ്യമായി വിമർശിച്ചിട്ടുണ്ട്. MK രാഘവൻ MP മാത്രമാണ് തരൂരിനെ പിന്തുണച്ച് കോൺഗ്രസിൽ നിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി കോൺഗ്രസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിൽ അവഗണന നേരിട്ടു എന്നതാണ് തരൂരിന്റെ ഒടുവിലത്തെ പരാതി. രാഹുൽ പങ്കെടുത്ത പരിപാടിയിൽ വേദിയിൽ ഉണ്ടായിരുന്നിട്ടും തരൂരിന്റെ പേര് പോലും പരാമർശിച്ചില്ലെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു. വരുന്ന വാർത്തകളിൽ തെറ്റും ശരിയും ഉണ്ടാകാമെന്നും തനിക്ക് പറയാനുള്ളത് പാർട്ടി വേദിയിൽ പറയുമെന്നുമായിരുന്നു ഇതേക്കുറിച്ച് തരൂരിന്റെ പ്രതികരണം. കോൺഗ്രസ് നേതൃത്വവുമായി തരൂരിന്റെ കൂടിക്കാഴ്ചയും ചർച്ചയും ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പരാതി കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നില്ലെന്ന തോന്നൽ ഇതോടെ ശക്തിപ്പെട്ടിരുന്നു. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അകൽച്ച പാലിക്കുന്ന ശശി തരൂർ CPM-ൽ ചേർന്നേക്കുമെന്നായിരുന്നു ഞായറാഴ്ച അഭ്യൂഹങ്ങൾ പരന്നത്. അദ്ദേഹത്തിന്റെ ദുബായ് സന്ദർശനത്തിൽ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനുമായി ചർച്ച നടത്തുമെന്നും പ്രചാരണമുണ്ടായിരുന്നു. ഈ പരാമർശത്തോടാണ് തരൂർ പ്രതികരിക്കാതിരുന്നത്. ശശി തരൂർ ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിച്ചാൽ അദ്ദേഹവുമായി ചർച്ച നടത്താൻ ഒരുക്കമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ വിശ്വസിക്കുകയാണ് തരൂർ ചെയ്തതെന്നും പറയാം.